ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജാണ്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായിക്കോട്ടെ. അപ്പോൾ എന്ത് യൂണിവേഴ്സൽ മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്, യൂണിവേഴ്സിന് എന്ത് മെസ്സേജാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ടേബിളിൽ നിന്ന് കാലിയാണൊന്നും വെച്ചിട്ടില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു 6 പൈൽ സെറ്റ് ചെയ്യുക. ഓരോ കാർഡ് വെക്കുന്നുള്ളൂ. ഓക്കെ, ഒരു കാർഡ് കൊണ്ട് തന്നെ നമുക്കത് റീഡിംഗ് എടുക്കാം. ഓക്കെ, pile number 1, 2, 3, 4, 5 and 6. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഒരെണ്ണം ചൂസ് ചെയ്യുക. 1, 2, 3, 4, 5 and 6. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈലിലേക്ക് പോവാം. പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിൽ നോക്കാം. എന്ത് യൂണിവേഴ്സൽ മെസ്സേജാണ് പൈൽ നമ്പർ 1ന് കിട്ടാനുള്ളത്? വെസ്റ്റ ഹാർട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഹോം, നിങ്ങളുടെ ഫാമിലി, കമ്മ്യൂണിറ്റി, ഇതൊക്കെയാണ്. ഓക്കെ, ഹാർട്ട് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നെരിപ്പോട് ആണ്. അതായത് മറ്റുള്ളവർക്ക് കൂടി വെളിച്ചം കൊടുക്കുന്ന ഒരു ഫയറായി മാറാൻ കഴിയുമെന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും കടമ എന്നത് ഈ ഭൂമിയിലെ സഫറിങ്സ്, അതായത് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ കുറയ്ക്കാനും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനുമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ സ്വയം ഒരു നെരിപ്പോടായി മാറരുത്. അങ്ങനെ നിങ്ങൾ മാറിയാലും സ്വന്തം കാര്യം കൂടി പ്രയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. മനസ്സിലായല്ലേ? അപ്പോൾ അതാണ് ഈ കാർഡിൻ്റെ ഒരു മീനിങ്. എന്താണ്? അതുമാത്രമല്ല, ഈ ഫയർ സെൻറ്ററിലാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ നിങ്ങൾക്ക് കഴിവുള്ള ഒരാളാണ്. ഫയർ എലമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഗ്നി എന്നത് ഏറ്റവും പ്യുവറായ ഒന്നാണ്, അല്ലേ? അപ്പോൾ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ ക്ലിയർ ആക്കുക, ക്ലെൻസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സോളിനൊരു ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങളുടെ സോളിന് ഈ ഒരു റിലേഷൻഷിപ്പ് മൂല്യമുള്ളതായി തോന്നിയാൽ നിങ്ങളുമായി ഇൻവോൾവ് ആയിരിക്കുന്ന ആ വ്യക്തിക്കും ഈ സെയിം ഫീലിംഗ് തന്നെ ഉണ്ടാകുമെന്നാണ് ഈ കാർഡ് പറയുന്നത്. ഓക്കെ, ആരെയും പോയി ചേസ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങളുടെ മൂല്യങ്ങളെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല, പകരം അത് ഷെയർ ചെയ്യുക, അത്രയും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ മുറുകെ പിടിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു വേർത്ത് തിരിച്ചറിയുന്നത് വരെ മറ്റുള്ളവർ ആ എഫേർട്ട് കണ്ടില്ലെന്നും വരും. അതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതാണ് വെസ്റ്റ ഹാർട്ട്. ഈ ഒരു കാർഡ് അതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ് അതാണ്. നിങ്ങളുടെ സെൽഫ് വർത്ത് തിരിച്ചറിയുക, ആൻഡ് യു ക്യാൻ ബി ദ സെൻറ്റർ ഓഫ് അറ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 1ൻ്റെ
പൈൽ നമ്പർ 1 വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജ് ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോയാം. സെക്കൻഡ് പൈൽ Chiron, heal. Okay. അപ്പോൾ ഇവിടെ പൈൽ നമ്പർ 2, നിങ്ങൾക്കൊരു മുറിവുണ്ടായിട്ടുണ്ട്. അത് ഹീൽ ചെയ്യേണ്ട ഒരു മുറിവാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടി ഹീൽ ചെയ്യാനുള്ളൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, മറ്റുള്ളവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാനും അവരെ ഹീൽ ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിലെ പർപ്പസ് എന്താണെന്ന് കണ്ടെത്തുക. എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻസിലൂടെ നിങ്ങൾക്ക് കടന്നു പോയതെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ ആ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ ആർജിച്ച ഒരു എനർജിയും വിസ്ഡവും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ കാർഡിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. അതാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഹീലായില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഇന്നർ നോളജ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കാണിച്ചു തരും. ഇപ്പോൾ ലൈഫിൽ ഒരു പഴയ ഒരു വേദന നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹമുള്ളവരായിരിക്കുക. മുന്നോട്ട് പോകാനുള്ള വഴി എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഒരിക്കൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടിയാൽ അത് ലൈഫ് ലോങ് ഓർത്ത് വെക്കേണ്ട ഒന്നാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്ട്രെങ്തിനെ കൂടുതൽ പവർഫുൾ ആക്കാനുള്ള ഒരു ട്രെയിനിങ് ആയി മാത്രം കാണുക. അങ്ങനെ നിങ്ങൾ കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനുള്ളൊരു പോസിബിലിറ്റിയാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന ഒരു കാർഡാണിത്. ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തായാലും ഉണ്ടാവും. ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പോൾ ഹീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് പൈൽ നമ്പർ 2 മെസ്സേജ്. അതാണ്. അപ്പോൾ നമുക്ക് തേർഡ് പൈലിലേക്ക് കടക്കാം. പൈൽ നമ്പർ 3 എന്ത് മെസ്സേജാണുള്ളത്? സീരീസ് നർച്ചർ. നല്ല കടല്ലേ, നിറയെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ സീരീസ് എന്ന് പറയുന്നത് നമ്മൾ ആസ്ട്രോളജിക്കലി പറയുമ്പോൾ സീരീസ് എന്ന് പറയുന്നത് ഒരു ഡോഫ് പ്ലാനറ്റാണ്. കുള്ളൻ ഗ്രഹം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫെർട്ടിലിറ്റി, അതുപോലെ ഫുഡ്, ആഹാരം. ഇതിലൊരു മൂണിൻ്റെ ഈ പിക്ചറിനകത്തൊരു മൂണുണ്ട്. മൂൺ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അമ്മയാണ്, മദർ. അപ്പോൾ മദർലി ആയിട്ടുള്ള ലവ്, ഇതൊക്കെയാണ് ഈ കാർഡിൻ്റെ ഒരു മീനിങ്. അപ്പം നിങ്ങളൊരു അമ്മയെപ്പോലെ ആയി മാറുക, നർച്ചറിങ് ആവുക. ഇതിപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിങ്ങനെ വിത്തൊക്കെ പാകി അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ലേ? അപ്പോൾ അവിടെ ഒരു അമ്മയുടെ കരുതലാണ്. അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസിയുടെ കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ, നിങ്ങളുടെ ക്രിയേറ്റീവായൊരു വർക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ആ ഒരു അമ്മയുടെ കരുതൽ വേണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ബോഡി സൂക്ഷിക്കുക. ഓക്കെ, ഹെൽത്തി ആയ ഫുഡ് കഴിക്കുക. നിങ്ങളുടെ അബണ്ടൻസ് മറ്റുള്ളവർക്ക് കൂടി നന്മ കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ചുറ്റും വീക്കായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ റൈറ്റ് ടൈം ആകുമ്പോൾ കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കുക. പൈൽ നമ്പർ 3. അതുപോലെ നിങ്ങൾക്ക് ചുറ്റും ഫേക്കായിട്ട് എന്തെങ്കിലുമൊക്കെ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് സ്നേഹമല്ല എന്ന് തിരിച്ചറിയാൻ പഠിക്കുക. നിങ്ങളുടെ ഡെയിലി ലൈഫിനൊരു വിശുദ്ധിയുണ്ട്. അത് സ്നേഹിക്കാനും നർച്ചർ ചെയ്യാനും ഫീഡ് ചെയ്യാനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ സ്പിരിച്വൽ പാത്തിൻ്റെ ഒരു ഭാഗമാണ്.
അപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളുടെ ഈ ലൈഫിൽ വലിയൊരു റോൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കാർഡെന്ന് പറയുന്നത് നർച്ചറിങ്ങിനെ കാണിക്കുന്ന കാർഡാണ്. യെസ്. അപ്പോൾ പൈൽ നമ്പർ 3ക്കുള്ള മെസ്സേജ് ഇതാണ്. നമുക്ക് നെക്സ്റ്റ് പൈലിലേക്ക് പോയാലോ. പൈൽ നമ്പർ 4, dignified strength. ഓക്കെ. അപ്പോൾ ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഈ ലൈഫിൽ പൈൽ നമ്പർ 4 ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. അതിനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളാൽ തന്നെ ഒരു പൂർണ്ണതയുള്ള ഒരാളാണ്. അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്നൊരു അഡ്വാൻറ്റേജാണ്. ബട്ട് ഇവിടെ ചോയ്സ് എടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെ തട്ടി മാറ്റാനും അതുവഴി പുതിയ അവസരങ്ങളൊക്കെ സൃഷ്ടിക്കാനും നിങ്ങൾക്ക് കഴിയും. തന്നിൽ തന്നെ വിശ്വസിക്കുക, അതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾക്ക് വരാൻ എല്ലാ സപ്പോർട്ടും യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇത് നിങ്ങൾക്കുള്ള ഒരു എന്താ പറയുക, ഇത് വളരെ പോസിറ്റീവായൊരു കാർഡാണ്. ഇതൊരു എന്താ പറയുക, വളരെ പോസിറ്റീവ് കാർഡാണ്. നിങ്ങൾക്കുള്ളൊരു ട്രംപ് കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫുൾ പവറിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാം നേടാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കരിയറിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്കൊരു ഇതൊരു എന്താ പറയുക, ഒരു ചെയറാണല്ലേ. നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ കൂടെയുള്ളവരെ കൂടി ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. പൈൽ നമ്പർ 4. അപ്പോൾ ഒരു ലീഡർഷിപ്പ് റോൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ബട്ട് ഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം ലഭിക്കുമെന്നാണ്. ഇതുവരെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ അതുണ്ടാവും. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതായത് നമ്മളൊരാളെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതല്ല. അപ്പോൾ ഇവിടെ കൂടുതൽ എനിക്ക് കരിയറിൻ്റെ കാര്യമാണ് കാണാൻ കഴിയുന്നത് പൈൽ നമ്പർ 4-ന്. റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെന്ന് തോന്നുന്നില്ല, അറിയില്ല. എന്തായാലും നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പൈലിലെ റീഡിങ്ങിലേക്ക് പോകാം. പൈൽ നമ്പർ 5. എന്ത് മെസ്സേജാണ് പൈൽ നമ്പർ 5? ഓക്കെ. retrograde review. retrograde എന്ന് പറയുന്നത് ഒരു മോശം അവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ കാർഡിന് ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുണ്ടായ തെറ്റുകളെ തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ തെറ്റുകൾ തീർച്ചയായും സംഭവിക്കും, മനുഷ്യരാണ്. അത് റിലേഷൻഷിപ്പിലോ കരിയറിലോ ഒക്കെ എടുത്ത തെറ്റായ തീരുമാനങ്ങളായിരിക്കാം. പക്ഷേ ഇത് തിരുത്താനുള്ള ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും കരിയറിലായാലും ഏതിലായാലും. അപ്പോൾ ലൈഫിലെ നോർമൽ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യുക. ഓക്കെ. പഴയ തെറ്റുകളെ അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങളെ റീകൺസിഡർ ചെയ്യുക, റിപ്പയർ ചെയ്യുക. പഴയ ഫ്രണ്ട്സിനോട് റീകണക്ട് ചെയ്യുക. പണ്ട് ചെയ്തു തീർക്കാൻ കഴിയാതെ വന്ന ഒരു കാര്യത്തിനെ എടുത്ത് റീവർക്ക് ചെയ്യുക. പിന്നെ ഈ retrograde എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മെയിനായിട്ട് ഡിലേ കാണിക്കുന്ന ഒരു സംഭവമാണിത്. മെയിൻലി നിങ്ങളുടെ ചാർട്ടിലൊക്കെ 7th ഹൗസ് ലോഡൊക്കെ retrograde ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ വിവാഹമൊക്കെ ഒരുപാട് വൈകും. ഓക്കെ. 10th ഹൗസിലൊക്കെയാണ് റിലേറ്റ് ചെയ്താണെങ്കിൽ കരിയറിൽ ഒരുപാട് ഡിലേ ഉണ്ടാവും.
അപ്പോൾ ഈ ഡിലേ എന്ന് പറയുന്നത് യൂണിവേഴ്സ് തരുന്ന ഒരു ഗ്രേസായി മാത്രം കാണുക. കാരണം ഏത് കാര്യവും നിങ്ങൾക്ക് സേഫാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി ഒരു പഴയ പ്രോബ്ലം അത് റിലേഷൻഷിപ്പിലോ കരിയറിലോ എഡ്യൂക്കേഷനിലോ ഒക്കെ ആവാം. ചിലർക്ക് ഈ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഇടയ്ക്ക് മുറിഞ്ഞു പോയിട്ടുണ്ട്, നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് കൊടുത്ത് അതിനെ അനുകൂലമാക്കി എടുക്കുക എന്നുള്ളതാണ്. എന്ത് വ്യത്യാസം കൊണ്ടുവരികയാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിനാണെങ്കിലും എന്ത് വ്യത്യാസം കൊണ്ടുവരുമ്പോഴാണ് ഈ പഴയ റിലേഷൻഷിപ്പ് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കുക. ഇതുവരെ അതിന് സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി ഉണ്ടാവും. ഓക്കെ, ഒരു എക്സിൻ്റെ തിരിച്ചു വരവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് റെട്രോഗ്രേഡ് ആണെങ്കിൽ. അപ്പോൾ കുറച്ച് ടെംപ്റ്റേഷൻസ് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഓക്കെ, നിങ്ങൾക്ക് പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഷ്യൻസ് യൂണിവേഴ്സ് ടെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ക്ഷമയുണ്ടോ, ഒരുപാട് ടെസ്റ്റ് ചെയ്യും. അപ്പം എന്താണെന്ന് വെച്ചാൽ പഴയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ അറിവും നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ പക്വതയും എല്ലാം ഉപയോഗിക്കുക. ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോവുക. ഓക്കെ, അതാണ് ഈ കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പൈൽ നമ്പർ 5 retrograde. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കാർഡിലേക്ക് പോവാം. പൈൽ നമ്പർ 6 പല്ലാസ് അധീന. തിങ്ക്. ഈ ഒരു കാർഡ് പൈൽ നമ്പർ 6 എന്ന് പറഞ്ഞ പൈൽ ചൂസ് ചെയ്ത് ആരൊക്കെയാണെന്നറിയില്ല. ഇത് വളരെ ഷാർപ്പായ ഇൻ്റലക്ച്വലായ ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഈ കാർഡ് കാണിക്കുന്നത് ഒരാളുടെ ബുദ്ധി, അയാളുടെ സ്കിൽസ്, കാര്യങ്ങളെ നേടാനുള്ള കഴിവ്, അതുപോലെ ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെയാണ്. എസ്പെഷ്യലി ഈ കാർഡ് പറയുന്നത് ഒരു സ്ത്രീയുടെ സ്ട്രെങ്തിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്നാണ്. അഥീന എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഗോഡസാണ്, ദേവതയാണ്. സോ നിങ്ങളൊരു പവർഫുൾ ഫെമിനൈൻ എനർജിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏതൊരു ചാലഞ്ചിനെയും നിങ്ങളുടെ ആ ഒരു ഫെമിനൈൻ പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. അത് ഏത് സിറ്റുവേഷനിലും ആയിക്കോട്ടെ, പ്രൊഫഷണൽ സൈഡോ റിലേഷൻഷിപ്പിൻ്റെ കാര്യം എന്തും ആവാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്കുള്ള കഴിവുകളെ കൃത്യമായി ട്രെയിൻ ചെയ്തെടുക്കുക. നാച്ചുറലായി കിട്ടിയ ഒരുപാട് എബിലിറ്റീസ് നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ കരിയറിൽ നിൽക്കുന്ന ഒരു ടൈമാണെങ്കിൽ തീർത്തും ഒരു പ്രൊഫഷണലിസം കാണിക്കുക. അതുമാത്രമല്ല, ഇപ്പം നിങ്ങളുടെ പ്രൈവറ്റ് സമയങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തെ തിരിച്ചറിയുക. ഓക്കെ, നിങ്ങൾ ഏത് ജെൻഡർ സ്പെക്ട്രത്തിൽ പെട്ടവരാണെങ്കിലും, ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ട്രാൻസ് ആണെങ്കിലും, നിങ്ങൾക്ക് സക്സസ് കിട്ടാൻ നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടി വരുന്ന സമയത്ത് ഡിവൈനോട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ പറ്റി, നിങ്ങളിപ്പോൾ ഉള്ള സിറ്റുവേഷനെ പറ്റി ലോജിക്കലി നിങ്ങൾക്ക് തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിനുള്ള ഇൻ്റലക്ച്വലാണ് നിങ്ങൾ അത്രയ്ക്കും. ഓക്കെ, ബുദ്ധി ഉള്ള ആൾക്കാരാണ്, ഷാർപ്പ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പൈൽ നമ്പർ 6. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.